ഹായ്, എല്ലാവർക്കും നമസ്കാരം. വിനോദിക്ക് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്തുള്ള കല്ലാർകുട്ടി പാലത്തിൻ്റെ അടുത്താണേ. അപ്പോൾ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ വന്നിട്ട് പാലമൊക്കെ കടന്ന് നമുക്ക് മുനിയറ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ അവിടെ നിന്ന് അങ്ങനെ നെടുങ്കണ്ടം കയറി പോകട്ടോ. അപ്പോൾ പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് നെടുങ്കണ്ടം കൂടിയേ നമുക്ക് പോകാൻ പറ്റുള്ളേ. നമുക്ക് ആ പോകും വഴിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ. ഇതാണ് മുന്നിൽ കാണുന്ന ഈ റോഡുണ്ടല്ലോ. ഇടത്തോട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം ഭാഗത്തേക്കും കട്ടപ്പന ഭാഗത്തേക്കൊക്കെ പോകാമേ. വലത്തോട്ട് പോയാൽ മൂന്നാറിന് പോകാം. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ആണ് ഈ കല്ലാർകുട്ടി പാലത്തിലോട്ട് കയറി വരുന്നത് കേട്ടോ. കല്ലാർകുട്ടി പാലം, കല്ലാർകുട്ടിയിലൊരു പഴയ പാലമുണ്ട് ഡാമിൻ്റെ മുകളിൽ കുറല്ലേ. നമ്മൾ ഡാമിൻ്റെ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. അവിടെ നിലവിലിപ്പോൾ എല്ലായിടത്തും മഴ കുറവല്ലേ, പറയത്തക്ക വെള്ളമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ കാഴ്ചകളിലോട്ട് പോകുന്നില്ല. നമ്മൾ ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടേ പോകാമേ. പുഴയിൽ ഇവിടെ വെള്ളമുണ്ടോ എന്നൊക്കെ നോക്കാം. കല്ലാർകുട്ടി ഡാമിൻ്റെ ഭാഗമൊക്കെ അവിടെ കാണാം കേട്ടോ. പക്ഷേ അവിടെ നിന്ന് വെള്ളമൊന്നും അങ്ങനെ തുറന്നു വിട്ടിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു മഴ പെയ്താൽ ഉടനെ തുറക്കുന്ന ഒരു ഡാമാണ് കല്ലാർകുട്ടി ഡാം. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയില്ല. കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ കണ്ടോ, പുഴ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുക, തുള്ളി വെള്ളം പോലും ഇല്ല. എൻ്റെ തന്നെ ഇത് ജൂലൈ മാസം ലാസ്റ്റായി, വെള്ളവും ഇല്ല, ഒന്നുമില്ല. എങ്ങനെ അടുത്ത വേനൽക്കാലമൊക്കെ ഓടിക്കും? മൺസൂൺ മാസമൊക്കെ നമ്മുടെ ഇവിടുന്ന് മാറിപ്പോയി. നമുക്ക് പുഴയുടെ കാഴ്ചകളൊക്കെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ കാണാവേ. ഈ പുഴയ്ക്ക് അക്കരെ ഒരു ഷാപ്പൊക്കെ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും കേട്ടോ. വരുന്ന ആൾക്കാർ അവിടെ കുറേ വാഹനങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടേ. കണ്ടോ, പേരിന് മാത്രമേ ഇതിൽ വെള്ളമുള്ളൂ അല്ലേ. ഈ ഒരു സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ലപോലെ പുഴയൊക്കെ നിറഞ്ഞൊക്കെ ഒഴുകുന്നതാണേ. പക്ഷെ ഇപ്പോൾ ഇല്ല. നമ്മളെ പരിചയമുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ മുന്നിൽ വന്നൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അവിടെ വന്ന് നിൽക്കുന്ന കേട്ടോ. ഞാൻ അവിടെ ഇങ്ങോട്ട് നടന്നപ്പം അവരിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ എന്നെ കണ്ടിട്ട് പറഞ്ഞ്, ചേട്ടാ എന്നെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. അതൊക്കെയാണ് നമ്മുടെ ഒരു ബഹുമതി കേട്ടോ. നമ്മളെ ഒത്തിരി ആൾക്കാർ കണ്ടും പരിചയപ്പെട്ടൊക്കെ പോകുമ്പോഴേ നമ്മുടെ വീഡിയോസൊക്കെ അവർ കാണാറുണ്ടെന്ന് പറഞ്ഞ്. ഒരു ഡീറ്റെയിൽ പറഞ്ഞില്ല, അടിമാലിയാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. ചിലവർക്ക് അങ്ങനെ ഡീറ്റെയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവേ. എന്തായാലും നമ്മളോട് കണ്ടെന്ന് വർത്താനമൊക്കെ പറഞ്ഞു പോയല്ലോ, അത് തന്നെ വലിയ കാര്യമല്ലേ. ഈ കല്ലാർകുട്ടി പാലം നിർമ്മിച്ചത്, ഉദ്ഘാടനം ചെയ്തത് 2011 കേട്ടോ. 2/1/2011 ശ്രീ എം വിജയകുമാർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്നത്തെ. പി.ടി. തോമസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോഷി അഗസ്റ്റിൻ, എസ് രാജേന്ദ്രൻ, മോൻസ് ജോസഫ്, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു പ്രിയദർശിനി വരുന്നുണ്ടോ. കല്ലാർകുട്ടി പാലമൊക്കെ കടന്ന് ആലുവ, എറണാകുളം, മടിമാലി വഴിയാന്ന് തോന്നുന്നു. അപ്പം നമുക്കിനി ഈ വഴിക്ക് അങ്ങനെ പോകാം കേട്ടോ. ഇത് നെടുങ്കണ്ടം പോകുന്ന വഴിയാണേ. മാത്രമല്ല നല്ല കാർഷിക മേഖലയൊക്കെ ഇവിടെ കേട്ടോ. ഏലം, കാപ്പി, കുരുമുളക്, ജാതി, ഗ്രാമ്പൂ, അങ്ങനെ എല്ലാവിധ കൃഷികളും ഉണ്ട് ഈ മേഖലയൊക്കെ. ഫുള്ളായിട്ടും ചെറുകിട കർഷകരാണ് ഈ മേഖല ഉള്ളത് കൂടുതലുമേ. വൻകിട എസ്റ്റേറ്റുകാരൊന്നും ഈ റൂട്ടിൽ അങ്ങനെ ഇല്ല. പക്ഷേ ഈ റോട്ടിലുണ്ട്. നമ്മൾ കുറേ അങ്ങ് ചെല്ലുമ്പോൾ നെടുങ്കണ്ടമൊക്കെ എത്താറാവുമ്പോൾ വലിയ വലിയ ഏലം എസ്റ്റേറ്റുകളൊക്കെ കാണാൻ പറ്റും. അതാണ് കാലാവസ്ഥ ഇങ്ങനെ മൊത്തത്തിൽ ചേഞ്ചായി പോയത് എന്താണെന്നാണ് ചിന്തിക്കുന്നത്. കാരണമേ മഴയില്ലല്ലോ, മഴ ഒട്ടും തന്നെ പെയ്യുന്നില്ല. വേറെ എങ്ങോട്ടായാലും മഴക്കാലം മാറിപ്പോയി കാണും അല്ലേ, അതുകൊണ്ടായിരിക്കും. കേട്ടോ ഇവിടുത്തെ. പക്ഷേ ഇടയ്ക്കൊക്കെ ഈ
മഴ പെയ്തിട്ട് നല്ലൊരു പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രസമുണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ. ഇതൊരു പക്ക ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. നമ്മളീ പോകുന്ന വഴിക്കുള്ള ഇങ്ങനെ റോഡും സ്ഥലങ്ങളും ഒക്കെ കണ്ടു പോകുന്നതാണ്. നിർത്തിയെടുക്കുന്ന വീഡിയോസ് ഇതിൽ കുറച്ച് കുറവ് തന്നെയായിരിക്കും. അങ്ങനെ നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ ഇടുക്കിയിലൊക്കെ കാണാമല്ലോ. ഈ റോഡെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-25 കിലോമീറ്ററെങ്കിലും ദൂരം കാണും നമ്മളീ പോകുന്ന ഒരു റോഡിൻ്റെ ദൂരം. അതിനിടയ്ക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതിലെ ഇടത്തോട്ടൊരു ആൽപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലൂടെയൊക്കെ പോകുന്ന വഴിയുണ്ട്. നല്ല കിടിലൊരു ആംബിയൻസിൽ കൂടെ നമ്മളിപ്പോൾ കടന്നു പോകുന്നു കേട്ടോ. ഉയ്യോ, എൻ്റെ ദൈവം, ഒരു കാർ ഇടിച്ച് കിടക്കുന്നുണ്ടോ. ഓ, ഡ്രൈവിങ് പഠിക്കുന്നവരുടെ വണ്ടിയായിരുന്നു അല്ലേ. അതാണ് ഈ ഇടിച്ച് തകർന്ന് നടക്കുന്നത്. ശരിക്കും പരിക്ക് പറ്റി കാണുമല്ലോ. അയ്യോ, നല്ല പോലെ പറ്റി കേട്ടോ. ഇത് ഇവിടെയൊക്കെ ഇടിച്ച് പൊളിഞ്ഞു പോയല്ലേ. ഓ, വല്ലാത്ത ഇത് തന്നെ. താഴെ നിന്നൊരു ബസ് കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബസ്സിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ കാണാം നമുക്ക്. ആ, അതെ, PNS എന്ന് പറഞ്ഞ് മുനിയറ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കേട്ടോ. മുനിയറയ്ക്കാണ് ഈ വണ്ടി പോകുന്നത്. ഓ, എന്നാലും വല്ലാത്ത ഇടിയായിപ്പോയി കേട്ടോ. ഇത് കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം ആയി തോന്നുന്നു ഇവിടെ ഇടിച്ച് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം മുനിയറ എന്ന് പറഞ്ഞ സ്ഥലമാണേ. അല്ല, മുനിയറയല്ല കേട്ടോ, 5-ാം മൈൽ. എൻ്റെ മനസ്സിൽ ഈ മുനിയറ എന്ന് പറയുന്നത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. 5-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ജംഗ്ഷൻ തിരിഞ്ഞ് നമുക്ക് കൊന്നത്തടി, അതുപോലെ കൊന്നത്തടി പോകാം, വെള്ളത്തൂവൽ പോകാം. നേരെ പോയാൽ നമുക്ക് വെള്ളത്തൂലൊക്കെ ലാസ്റ്റ് സൈഡ് ഇടത്തോട്ടുള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറൊക്കെ പോകാം കേട്ടോ. നമ്മളിവിടെ ഒന്നും നിർത്തുന്നില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ നിർത്തുന്നുള്ളൂ. നമുക്ക് മുനിയറയിൽ ഒരു 2 മണിക്ക് ശേഷം എത്തണം. ഇപ്പോൾ 1 മണിയായേ. നമ്മൾ നിർത്തിയും പിടിച്ചും വീഡിയോ എടുത്തൊക്കെ പോകുമ്പോൾ കുറച്ച് സമയം പിടിക്കും. എന്നാലും കുഴപ്പമില്ല. ഒരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. ഞാനെപ്പോൾ വന്നാലും ഇവിടെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു പബ്ലിക് ലൈബ്രറി ഒക്കെയാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മേളിലോട്ട് ഒരു അംബേദ്കർ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. സ്വാഗതം മുക്കുടം IHSC. ഇത് മുക്കുടം എന്ന് പറഞ്ഞ സ്ഥലമാണ്. താഴെ മുക്കുടം എന്ന് പറയുന്ന ചെറിയ ജംഗ്ഷനൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ കാഴ്ച ഇതൊന്നുമല്ല. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ഇതിൻ്റെ താഴെയായിട്ട്. നല്ല രസമാണ് കാണാൻ. നല്ല കാലാവസ്ഥയാണ്. നമുക്ക് ഇവിടുന്ന് മൂന്നാർ വരെ കാണാവേ. ഇതുകൊണ്ടൊരു പള്ളി ഇരിക്കുന്നത്. നല്ലൊരു ഫ്രെയിമിങ്ങിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങ് മൂന്നാറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമേ. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടുള്ള കാലാവസ്ഥ അത്രത്തോളം ഒരു തെളിച്ചമല്ലാത്തതുകൊണ്ട് ക്ലിയർ ആകുന്നില്ല. കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പം മുക്കുടം എത്തി കേട്ടോ. മുക്കുടം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനാണ് ഇത്. ചെറിയ കുറേ കടകളൊക്കെ ഉണ്ട്. വലിയ ഒരു സിറ്റി ഒന്നുമല്ല. ഇവിടുന്ന് വലത്തോട്ട് വെക്കാൻ വഴിക്കുക മുക്കുടം ഡാമുണ്ട്, ഒരു പ്രൈവറ്റ് ഡാമൊക്കെ. പക്ഷെ അവർ ആളെ കയറ്റി കാണിക്കുകയില്ല. ഇപ്പം നമ്മൾ കമ്പിളികണ്ടം എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ. ഇവിടുന്ന് ആ ഒരു ജംഗ്ഷൻ ഉണ്ട്, കുരിശുപള്ളിയുടെ അവിടെ നിന്ന്. ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലേ അങ്ങനെ കയറി നമുക്ക് തോപ്രാംകുടി, മുരിക്കാശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ പോകാം. നേരെ പോയാൽ നമുക്ക് നെടുങ്കണ്ടം പോകാവേ, നമ്മൾ പോകുന്ന റൂട്ട്. ഇവിടെ നിന്ന് ഇനി നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പാറത്തോടെന്ന് പറഞ്ഞൊരു സിറ്റി കിട്ടുവേ. ഈ റോഡ് ഭയങ്കര തിരക്കോ, ഒരുപാട് വാഹനങ്ങൾ കയറി വരുന്നു. ഈ ഭാഗത്തെല്ലാം നല്ല ഇടക്കൃഷികളൊക്കെ വലത്തെ സൈഡിൽ കണ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കപ്പയും വാഴയും അങ്ങനെ
അങ്ങനെയുള്ള കുറേ കൃഷിയൊക്കെ ഉണ്ട്. ഈ ഒരു കയറ്റമൊക്കെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് പാറത്തോടെന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക്, പാറത്തോട് ഒരുമാതിരി നല്ല കൃഷിയുള്ള ഒരു സ്ഥലമാണ്. പലതരം കൃഷികളാണ്. നേരത്തെ പറഞ്ഞാൽ കുരുമുളകും കാപ്പി ഏലവും പിന്നെ എന്താ പറയുക ജാതിയും ഗ്രാമ്പുവും എല്ലാം ഉണ്ട്. പാറത്തോട് നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി കേട്ടോ. താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മളൊരു വീട്ടിലൊരു സോളാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു വഴിക്കോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചേ. ഇതുകൊണ്ട് ഇവിടെ കണ്ടോ നല്ല കപ്പയും വാഴയും അങ്ങനെയുള്ള കൃഷികളൊക്കെ കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ് ഈ പാറത്തോട്. നമ്മൾ നേരത്തെ ഇതിൽ വന്നിട്ടുണ്ടേ, പക്ഷെ അന്നേരം വഴി ഇത്ര പോയിട്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ വഴിയൊക്കെ കുറേ പോയി കിടക്കുക. ഈ വഴിക്ക് ഇങ്ങനെ ഇതൊരു നല്ല കണ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ എല്ലാം വീടെല്ലാം വെച്ച് നല്ല സെറ്റപ്പാക്കി ഇപ്പോൾ ആണല്ലോ കേട്ടോ. ഇത് തന്നെയാണെന്ന് തോന്നി. ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് കുറേ ആയി, മറന്നുപോയി. പക്ഷെ ഇവിടെയൊക്കെ കണ്ടോ നല്ല അടിപൊളി കൃഷിയിടങ്ങളും സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഇടത്തോട്ടാണ്. ഇതുണ്ട് എന്നാ നല്ല ഭംഗിയുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോകണമെന്ന് നോക്കി. കപ്പയും തെങ്ങും അങ്ങനെയുള്ള കുറേ കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ വെച്ച അപ്പുറത്തെ സോളാർ വാട്ടർ ഹീറ്റർ കറണ്ടിൻ്റെ പാലിൽ പിന്നെ വേറെ ഒരു വെച്ചാണ്, നമ്മളല്ല. അപ്പുറത്തിന് HCL ഉണ്ടോ. ഞാനങ്ങ് മോളി വരെ കയറില്ല, ഇവിടെ ഒന്ന് കാണാം. അതിനിപ്പം എല്ലാം ക്ലീനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കയറി പോകേണ്ട കാര്യമില്ല. അപ്പം നമ്മളങ്ങനെ പാറത്തോട് സിറ്റി കിട്ടി കേട്ടോ. പാറത്തോട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സിറ്റി തന്നെയാണ്. ഒരുപാട് ജനങ്ങളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഒരു കുടിയേറ്റ മേഖലയും കൂടിയാണ് കേട്ടോ. ഇവിടെ ഈ മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്തുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു സംസാര ശൈലിയൊക്കെയാണ്. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഉണ്ടല്ലോ നല്ല വെയിലായിരുന്നു. കാരണം ഇപ്പം മഴ പെട്ടെന്ന് വന്നു കേട്ടോ. പാറത്തോട് മഴ പെയ്യുമ്പോഴും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട്. മാതാ സ്റ്റോറ് വൈഡ് ആംഗിൾ ആയതുകൊണ്ട് കുറേ ഭാഗം ഇങ്ങനെ മറിഞ്ഞു പോകും. പാറത്തോട്ടിൽ നിന്ന് മഴയും കഴിഞ്ഞ് നമ്മളിനി മുന്നോട്ട് പോകാം കേട്ടോ. ഒരുപാട് നല്ല മഴയായിരുന്നേ പെയ്തതേ. ഞാൻ ആ കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് ചായ കുടിച്ച് പുറത്തോട്ടിറങ്ങി നോക്കുമ്പോൾ എടുത്താപ്പം തോത്താം മഴ. ഇത് എവിടുന്നായി പെട്ടെന്ന് ഈ മഴ വരുന്നതെന്ന്. ഈ കയറ്റവിന് നമ്മൾ കയറി ചെല്ലുന്നത് പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണേ. മഴത്തുള്ളികളെ ലെൻസിലോട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. പണിക്കൻകുടി എത്തി കേട്ടോ. പണിക്കൻകുടിയിൽ നിന്ന് ഇടത്തോട്ടുള്ള ഈ ഒരു വഴിയുണ്ട്. ഈ വഴിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കൊന്നത്തടി ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുമേ. കൊന്നത്തടി വെള്ളത്തൂവൽ, പിന്നെ അവിടുന്ന് നമുക്ക് പിന്നെ പൊന്മുടി ആ സൈഡിലോട്ടൊക്കെ പോകാം. പിന്നെ രാജാക്കാട്. അപ്പോൾ അവിടുന്ന് പൂജ എന്ന് പറഞ്ഞൊരു ബസ് അവിടെ വന്ന് നടപ്പുണ്ടേ. അതിങ്ങോട്ട് അടിമാലിക്ക് പോകുന്ന വണ്ടി കേട്ടോ. ആ ബസ്സിൻ്റെ വരവൂടെ കാണാം. പണിക്കൻകുടി സിറ്റി പഴയ ഒരു കെട്ടിടത്തായിരിക്കും ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷെ കാലാവസ്ഥ ഭയങ്കര ഡാർക്കാണേ. കാരണം ക്ലിയർ ആയിട്ടൊന്നും കാണത്തില്ല, മഴക്കാറ് കയറിയില്ലേ. പണിക്കൻകുടി സ്കൂൾ കാണാം കേട്ടോ. ക്ലിയർ ആയിട്ട് കാണാവോ? മഴക്കാറ് കാരണം ഒരു വല്ലാത്ത മൂടലാണ്. പണിക്കൻകുടി പള്ളിയുണ്ടോ? ഒന്ന് പള്ളി മുഴുവൻ കാണിച്ചെന്ന് പറയരുത് കേട്ടോ. പക്ഷേ ഈ പള്ളിയൊക്കെ കണ്ടാൽ നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല. ആ മലയുടെ മുകളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പള്ളി ഇരിക്കുന്നത്. അല്ല തന്നെ പള്ളിയുടെ ഒരു പാരിഷ് ഹാളും ഉണ്ട് ഇവിടെ. പിന്നെ ആ ഒരു സൈഡൊക്കെ മലയിൽ കൂടെയൊക്കെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടും കേട്ടോ. കറ്റാടിപ്പാറ. ഇവിടെ ഒരു പാരിഷ് ഹാളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണേ. അപ്പുറത്തോട്ടൊരു ക്വീൻ മേരി പബ്ലിക് സ്കൂളൊക്കെ ഉണ്ട് താഴോട്ട്. ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നൊരു കുറച്ചുകൂടെ നമ്മൾ കയറി നോക്കാവേ. നല്ല അതിമനോഹരമായ ഒരു സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത്. ഈ പള്ളിക്കൊക്കെ നല്ല ഒരു 10-40 വർഷത്തിനൊക്കെ മേളിൽ പഴക്കം കാണും. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യേ. നല്ല സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. ജാതി മരങ്ങളാണ് കൂടുതലും നിൽക്കുന്നത്.
വന്ന വഴിക്ക് നമുക്ക് മനോഹരമായ ഒരു അമ്പലം കണ്ടു കേട്ടോ. ഇത് മുനിയറയാണ്. മുനിയറയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു ശ്രീനാരായണ മഹാദേവ ക്ഷേത്രം. നല്ല ഭംഗിയില്ല കാണാൻ. SNDP യോഗത്തിൻ്റെ കീഴിലുള്ളൊരു അമ്പലമാണേ. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് മുനിയറയ്ക്ക് അധികം ദൂരമില്ല കേട്ടോ. കുറച്ചങ്ങോട്ട് ചെന്നാൽ മുനിയറ എത്തും. മുനിയറ അല്ല നമ്മൾ പോകാനുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ അതായത് മയിലാടുംപാറ അങ്ങോട്ടാണേ. ഈ വീഡിയോ ഞാൻ വിചാരിച്ച പോലെ ആവുന്നില്ല കേട്ടോ. കുറേ ട്രാവലൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇനി മഴയൊക്കെ വരുന്നതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുനിയറ എന്ന് പറയുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ നമുക്ക് രായക്കാടൊക്കെ പോകാവേ. പക്ഷെ നമ്മൾ നേരെയുള്ള വഴിക്കാണ് പോകുന്നത്. മുനിയറ അത്ര ചെറിയൊരു സിറ്റിയല്ലോ. കുറേ ജനങ്ങളൊക്കെ താമസിക്കുന്നൊരു ഇടുക്കി ജില്ലയുടെ ഉൾപ്രദേശത്തുള്ള മനോഹരമായൊരു സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അവറാഞ്ചിയാറിട്ടൊരു നല്ല കയറ്റമാണേ. അപ്പോൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ കുറേ ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ ഈ ട്രാവലിൽ നമുക്ക് കാണാം. ഈ ഷാപ്പുംപടിയൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് ചെല്ലുമ്പോഴേ നല്ല പച്ചപ്പായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ കാണാവേ. കുറേ നല്ല നല്ല വീടുകളും തോട്ടങ്ങളും ഒക്കെ ആയിട്ട്. ഇനി ഈ വഴിക്ക് നോക്കാനുള്ള 3 മണി കഴിഞ്ഞാൽ പിന്നെ ഏലക്കാട്ടിലെ പണിയും കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുള്ള പണിക്കാരെ കൊണ്ട് വരുന്ന വണ്ടിയുടെ പ്രശ്നം. ഇപ്പോൾ ഒരെണ്ണം നമ്മുടെ മുന്നിൽ കയറി പോയി. അവന്മാർ ഭയങ്കര ഓണടി പ്രശ്നമാണേ. അവരെ തിരക്കിട്ട് പണിക്കാരെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവേ. ഒരു പഴയ മോഡൽ വീടിരിക്കുന്നത്. അതൊക്കെ എത്ര വല്ല പഴക്കമുണ്ടാവും അല്ലേ. നല്ല രസമായി ഓടിട്ട വീടുകൾ കാണാൻ. പഴയ വീടുകൾ കേട്ടോ. ഇവിടുന്നൊക്കെ നല്ല കയറ്റം അങ്ങോട്ടെ. നല്ലൊരു കയറ്റവും വളവും എല്ലാം കൂടെ വരുന്നുണ്ട്. പക്ഷേ ഈ റോഡൊക്കെ പണിതപ്പോൾ കുറച്ചുകൂടെ വീതി കൂട്ടി പണിയേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഇതിലെ ബസ് സർവീസൊക്കെ ഉള്ളതാണേ. 2 ബസ്സൊക്കെ അങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സൈഡ് കൊടുക്കാൻ പറ്റുമോ? നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മഴ കണ്ട മഴ പെയ്യണം, മഴ പെയ്യാതിരിക്കരുത്. പക്ഷേ ഈ മഴ ഇങ്ങനെ വിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ പെയ്തുകൊണ്ടിരിക്കത്തൊന്നുമില്ല. ഒരു പെയ്ത്തങ്ങ് പെയ്യും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അങ്ങ് നിൽക്കും, അടുത്ത മഴ പിന്നെയും പെയ്യും. ഇതന്നെ പരിപാടി. അങ്ങനെ നമ്മൾ നല്ലൊരു കയറ്റം കയറി ചെറിയൊരു നിരപ്പിലോട്ടെത്തിയേ. ഈ നിരപ്പിൻ്റെ 2 സൈഡിലുമായിട്ട് നല്ല വീടുകളും തോട്ടങ്ങളും ഒക്കെയാണ്. ഇനി അങ്ങോട്ട് ഏലത്തിൻ്റെ ഒരു കളിയാണ്. ഇവിടെ എല്ലാം ചെറുകിടക്കാരുടെ സ്ഥലമാണ്. പഴയ വീടുകളും ഒക്കെ ആയിട്ട് മുനിയറ ഈ ഒരു ഭാഗം തിങ്കൾക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിരിക്കുന്നത്. അവിടെയും മനോഹരമായ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മുഴുവൻ പള്ളി കാണിച്ചെന്നൊന്നും പറയരുത്. ഈ മലമേട്ടിക്കൂടൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ കാഴ്ചകളൊന്നും കിട്ടുന്നില്ല. അവിടെ പള്ളിയൊക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ പണിത്തരങ്ങളൊക്കെ, പിന്നെ അത് ഇരിക്കുന്ന സ്ഥലം, അതൊക്കെ അല്ലേ. എന്താ മനോഹരമായ കൊച്ചു വീടുകൾ, വലിയ വീടുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ എല്ലാം. ഇവിടെ നല്ല മനോഹരമായൊരു വീട്. അവിടുന്ന് ഒരു ചേച്ചിയും കൊണ്ട് വരുന്നുണ്ട്. ഒരു കൊച്ചിനെ കൊണ്ട് പാലവാടി പോയിട്ട് വരുവാന്ന്. അതെ, ഇങ്ങനത്തെ സിംഗിൾ റോഡെ പോകാൻ നല്ല രസം കേട്ടോ. ചെറിയ വീതി പറഞ്ഞു വലിയ വീടൊക്കെ പണിയുണ്ട്. ഇതിലേക്ക് ഒന്ന് പറഞ്ഞാലോ. പണിയൊക്കെ ഏകദേശം ഒന്ന് ആവട്ടെ. ഇപ്പം തന്നെ ചെന്ന് ചോദിച്ചാൽ അവരൊക്കെ ശല്യമായി പോകും. പണികളൊക്കെ തീർന്നു വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും വേറെ ആരെങ്കിലും കയറി കൊത്താനും പോകും. അതാണ് ഇവിടെ ഇടത്ത സൈഡിൽ നല്ല രസമുള്ളൊരു അമ്പലമുണ്ട് കേട്ടോ. ഇതൊരു SNDP അമ്പലം തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ടേ അല്ലേ. പിന്നെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുറേ നല്ല വെളിപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. കുറേ വീടുകളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കാണാൻ. വഴി സൈഡിൽ നല്ല പൂക്കളും, പഴയ മോഡലൊരു വീട്, പിന്നെ അതിന് ഇപ്പുറത്തോട്ട് പുതിയ മോഡൽ 2-3 വീടുകൾ. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ഏലത്തോട്ടത്തേക്കുള്ള കളിയാണ് കേട്ടോ. കുറേ ഭാഗം ഏലത്തോട്ടം തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് തെളിഞ്ഞ സ്ഥലം വരും. നേരെ മേലെ നല്ല ബെസ്റ്റ് ഏലമായിട്ട് ഇറങ്ങാൻ എവിടെയെങ്കിലും ഇറങ്ങി നല്ല ഇതൊക്കെ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ചോട്ടി ഈ പറയുന്ന വലിയ ശരവും കായൊന്നുമില്ല കേട്ടോ. മഴ ഇടയ്ക്ക് കുറവായി പോയതുകൊണ്ട് വളരെ മോശമാണ് ഇപ്രാവശ്യത്തെ ഏലത്തിൻ്റെ അവസ്ഥ. ഏതെങ്കിലും നമുക്ക് സൗകര്യത്തിനെടുത്ത സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാവേ.
ഇപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള തിങ്കൾക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. വീതി കുറഞ്ഞ വഴിയായതുകൊണ്ട് മുന്നിൽ നിന്നൊരു വണ്ടി വരുമ്പോൾ നമുക്കൊരു പേടി പോലെയൊക്കെ. കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ. ആ പള്ളിയും അതിൻ്റെ ഒരു പ്രദേശമൊക്കെ ആയിട്ട് വരുന്ന സ്ഥലമേ. മുന്നോട്ടുള്ള നല്ല മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടേ. തിങ്കൾക്കാട് അവിടെ ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? ഈ ഒരു വീട്ടിൽ ഞാൻ സോളാറൊക്കെ വെച്ചതാണ് അവരുടെ. തിങ്കൾക്കാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റിയൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു ഇടയ്ക്കൊരു കടയുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇനി ഒന്നെങ്കിൽ നെടുങ്കണ്ടം പോകണം, അല്ലെങ്കിൽ പുറകോട്ട് മുനിയറയ്ക്ക് പോകണം. ഇതിനൊക്കെ ഇനി മുനിയറയ്ക്ക് പോകത്തേ ഉള്ളൂ. മുനിയറയാണ് അത്യാവശ്യം സ്ഥാനങ്ങൾ. 2-3 കിലോമീറ്റർ താഴോട്ട് പോയാൽ മുനിയറയാണ്. പിന്നല്ലേ കാര്യത്തോട്. കാര്യത്തോട് ഒരുപാട് കടയൊന്നുമില്ല, ഒരു കടയൊക്കെ ഉള്ളൂ. ഈ ടോപ്പിൽ കയറി ചെല്ലുന്നിടത്താണ് തിങ്കൾക്കാട്ടിലെ പള്ളിയൊക്കെ ഇരിക്കുന്നത്. തിങ്കൾക്കാട് പള്ളിയുടെ കുരിശടി നമുക്ക് പള്ളിയിൽ നിന്നാണ്. നമുക്ക് അപ്പുറത്തുണ്ട് ആ നമ്മൾ എവിടെ 5-ാം മൈൽ മുക്കുടം പള്ളിയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ പള്ളി കുറച്ച് താഴോട്ടായിരിക്കുന്നത്. ഈ പള്ളി കുറച്ച് ഇങ്ങനെ മേളിലോട്ട് കയറിയിരിക്കുന്നത്. അച്ഛൻ്റെ റൂമും പള്ളിയും എല്ലാം കൂടെ കാണാൻ നല്ലൊരു കുരിശടിയും. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വെയിൽ വന്നു കേട്ടോ. എന്തായാലും നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇനി ഈ റോഡ് ഇവിടുന്ന് അപ്പുറത്ത് മയിലാടുംപാറ ജംഗ്ഷനിൽ ചെല്ലുന്നവരെ ഏലത്തോട്ടമാണ്. അടിപൊളി ഏലത്തോട്ടം. ഇവിടെയൊക്കെ കുത്തകയായിട്ടുള്ള ആൾക്കാരുടെ വലിയ വലിയ എസ്റ്റേറ്റുകളാണ്. 50 ഏക്കറും 100 ഏക്കറും 25 ഏക്കറും 10 ഏക്കറും അങ്ങനെയാണ്. നല്ല പച്ചപ്പുള്ള ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഇപ്പം മരത്തേലെ ചപ്പ് കുറവാണ്, എല്ലാം കുറേ വെട്ടി ഇവർ കളഞ്ഞ കാരണം ഇതുണ്ടോ, ഇതെല്ലാം വെട്ടി കളഞ്ഞിരിക്കുകയാണേ. അത് കാരണം ഇപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെ മരച്ചപ്പില്ല. അത് ഈ മഴ വരുന്ന കണക്കൂട്ടി അവർ വേനൽക്കാലത്ത് കുറേ ചപ്പ് വെട്ടിക്കളയും. കാരിത്തോടെന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടുമേ ഈ പോകുന്ന വഴിക്ക്. അവിടുന്ന് രാജാക്കാടിനൊക്കെ ഇറങ്ങിപ്പോകാനായിട്ട് എളുപ്പമാണ്. ആ ഒരു ജംഗ്ഷൻ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ടല്ലോ. കാരിത്തോട് ജംഗ്ഷനാണേ. ഇവിടെ നേരെ പോയാൽ നമുക്ക് മയിലാടുംപാറ നെടുങ്കണ്ടം ഭാഗത്തേക്ക്, ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് രാജാക്കാട്, കുത്തുങ്കൽ, പൊന്മുടി ആ ഭാഗത്തോട്ടൊക്കെ പോകാം കേട്ടോ. അതുപോലെ മൂന്നാറിനും പോകാം. മൂന്നാറിനൊക്കെ പോയി എളുപ്പ വഴിയായത്. ഇപ്പോൾ ആ ഒരു മഴ പെയ്തിട്ട് വെയിലടിച്ചപ്പോൾ കണ്ടോ, ഇവിടെ ഇപ്പം മഴ പെയ്തു പോയി കേട്ടോ. നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് ഒരു മഴ പെയ്തേ. വീണ്ടും അങ്ങോട്ടൊരു ഇറക്കമാണ്. തോട്ടത്തിൽ പണിയൊക്കെ കഴിഞ്ഞ് പോകുന്നവർ. ഇപ്പോൾ ഇവിടെ മഴ പെയ്ത് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇവർ ഈ പ്ലാസ്റ്റിക്കും പടുതാക്കി ഇട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നല്ല ഏലത്തോട്ടങ്ങളൊക്കെയാണ്. ഇവരെല്ലാം പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഒരു വിറകമ്പൊക്കെ എടുത്തോണ്ട് പോകുന്നത്. നമ്മളൊക്കെ കണ്ടാൽ വഴിയിട്ട് വെച്ച് പോകുള്ളൂ, എടുക്കുകയില്ല. ഇത് കണ്ടോ, ജോലിയും കഴിഞ്ഞ് പോകുന്ന കണ്ടോ അവരെങ്ങനെയാണ് പോണേ. വിറകൊക്കെ എടുത്ത് നമ്മൾ മോളിൽ നിന്ന് കണ്ട ആൾക്കാർ തന്നെ. പക്ഷേ ഈ ഒരു ലൈനിലെത്തിയപ്പോൾ അത് വേറൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കാണും. കാരിത്തോട് ഭാഗം തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇവിടെ ഒരു കടയും ഹോട്ടലൊക്കെ ഉണ്ടേ. പുതുതായിട്ട് വന്ന ഈ റോഡൊക്കെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഇവിടെ കടകളൊക്കെ ഇല്ലാതെ പറ്റിയല്ലോ. പിന്നെ ഈ സൈഡിൽ നല്ലൊരു അമ്പലമൊക്കെ കാണാവേ. ഈ കാണുന്നത് ഇതൊരു അമ്പലമാണ്, പക്ഷേ നമുക്കൊരു വീടായിട്ടാണ് തോന്നുന്നത്. ഇതിൻ്റെ താഴെ ഒരു അമ്പലമുണ്ടേ. കാരിത്തോട്, ശരിക്കുള്ള കാരിത്തോട് ഇവിടെ. ഇപ്പോൾ ഒത്തങ്ങി നല്ല കിണ്ടാപ്പി ഒരു മഴ വരുന്നുണ്ട് കേട്ടോ. എന്താ ഒരു പച്ചപ്പെന്നൊക്കെ നോക്കിയേ അല്ലേ. നല്ല തൊട്ടടുത്തല്ല. നമ്മുടെ ഷീറ്റൊക്കെ പറയും. ഞാൻ ഈ ഗോപ്രോയിൽ വീഡിയോ എടുക്കുമ്പം മീനിൻ്റെ കണ്ണിൻ്റെ അകത്ത് ലെൻസ് വെച്ച പോലെയാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെയാണ്. നമുക്കെല്ലാം സാധാരണ പോലെയാണ് തോന്നുന്നത്. പിന്നെ ക്യാമറയിലെടുക്കുമ്പോൾ ആ ഒരു പിക്ചറിന് ഒരു മിഴിവുണ്ടാവും. ഫോണിലെടുക്കുമ്പോൾ അത്രയ്ക്കൊരു മിഴിവ് കിട്ടുകയില്ല. ഐഫോണാണെങ്കിൽ കുറച്ചൊക്കെ കിട്ടും അല്ലേ. അതല്ലേ ഉള്ളൂ. ഒരു ബസ് കയറി വരുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ.
പുറകിൽ നിന്ന് വേറെ വണ്ടിയുണ്ടോ? ഉണ്ടോ? ബസ്സും ഉണ്ട്, ട്രാവലർ, ക്രൂയിസറൊക്കെ ഉണ്ട്. ക്രൂയിസർ കരുത്തോട് കഴിഞ്ഞാൽ പിന്നെ പൊത്തക്കാളിയാണ്. ഇനി അടുത്ത ജംഗ്ഷൻ പൊത്തക്കാളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കുറേ സ്ഥലത്തിൻ്റെ പേരെങ്ങനെയാണ്. അതൊരു വീടൊക്കെ ഉണ്ട്. അതൊരു വീട് ഒറ്റപ്പെട്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ അടുത്ത് വേറെ വീടൊന്നുമില്ലേ. അങ്ങ് മുകളിലാണ് വീടുള്ളത്. നല്ല നീലാകാശവും പച്ചക്കടലും എന്ന് പറഞ്ഞ പോലെ ഒരു കളറ് കിട്ടുന്നുണ്ടല്ലേ. കുറേ വെള്ളമേഘമുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. കയറി ചെന്ന് കഴിയുമ്പോൾ ഇവിടങ്ങളിലൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇത്ര വലുതല്ലാത്ത എന്നാൽ ചെറുതുമല്ലാത്ത കുറേ വീട്. ഇവിടെ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. കുറേ പണിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ എത്തുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനൊരു നല്ല ഭംഗി. ഈ പച്ചപ്പിനകത്തോടെ ഉള്ള റോഡും ഒക്കെ ആയിട്ടേ നല്ല രസമില്ല കാണാൻ. ഇപ്പം ഞാൻ രസമാണെന്ന് പറയില്ല, ഞാൻ ചോദിക്കുക കാണാൻ നല്ല രസമില്ലേ. നമ്മൾ ഓക്കെ പറഞ്ഞ ആൾക്കാർ പറയും എന്നാൽ പിന്നെ തന്നെ ഇരുന്ന് കണ്ടോളാൻ പറയും. പക്ഷെ ട്രാവൽ വീഡിയോ അങ്ങനെയല്ലേ കേട്ടോ. നമ്മളൊരു പ്രത്യേക ഒരു സ്ഥലത്തോട്ടൊക്കെ അങ്ങ് ചെന്ന് കയറി കൊടുക്കുന്ന പോലെയാണ്. ഫുള്ള് ഖാനമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കാണണ്ടേ. വണ്ടിയുടെ ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു അരോചകമായിട്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ആർക്കും ഇഷ്ടമല്ല, അല്ലാതെ ഞാൻ അങ്ങനെ എടുത്തേനെ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി നിർത്തിയാണേ. പൊത്തക്കള്ളി അങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ പേര് വരുന്നത്. ഇതിനൊക്കെ എന്തൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. ചുമ്മാ ഒരു പേരിട്ട് വെക്കുമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പറ്റി കേട്ടോ. നമ്മളാ കയറേണ്ട വീടിൻ്റെ അവിടെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നായിരുന്നേ. അപ്പം എനിക്ക് സംശയം തോന്നി ഇവിടെ വന്നപ്പോഴത്തേക്കുവേ. ഇവിടെ വലിയൊരു വളവൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നോട്ട് അങ്ങനെ ഒരു വീട് പണിയുന്നതായിട്ട് എനിക്കും വലിയ പിടിപാടില്ലേ. അപ്പോൾ ഞാൻ ആ പുള്ളിയെ വിളിച്ചപ്പോൾ നമ്മൾ അവിടെ കഴിഞ്ഞ് വീഡിയോ എടുത്തോട്ട് ഇങ്ങോട്ട് പോകുന്നവരുടെ ശ്രദ്ധിച്ചില്ലേ. വഴി സൈഡിലെ വീഡിയോ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ട് പോകണം. ഇത് കണ്ടോ ഏലം നിൽക്കുന്നത്. പക്ഷേ ഏലത്തേലേ കായില്ല കേട്ടോ. ചെടിയേൽ ഇവർ മണ്ണൊക്കെ ഇട്ടെല്ലാം വൃത്തിയാക്കിയെല്ലാം ഇട്ടിരിക്കുവാണേ അങ്ങോട്ടൊക്കെ കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇനി കായായി വരണം. എന്നുവെച്ചാൽ മഴ കുറവായതുകൊണ്ട് കായില്ലാതെ പോയി കേട്ടോ. ഇവിടെ കയറി ഒന്ന് നോക്കാമെന്ന് ചോദിച്ചാൽ അതാണ് ഏലം കണ്ടോ. കായുണ്ടോ നോക്കി. കായില്ല, ഒന്നുമില്ല. പക്ഷെ ഇത് റെഡിയായി വരും. മഴയൊക്കെ നന്നായിട്ട് കിട്ടുവാണ്. മയിലാടുംപാറ ജംഗ്ഷനിലെത്തി കേട്ടോ. നല്ല മഴയായിരുന്നേ വന്ന വഴിക്കേ. കാരണം വേറെ കാഴ്ച ഒന്നും എടുത്തില്ല. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതാ നല്ല മഴയും നല്ലൊരു അന്തരീക്ഷം. നല്ല ഒരു വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഭാരതീയ ഏലം ഗവേഷണമൊക്കെയാണ് അങ്ങ് ആ ദൂരെ കാണുന്നത്. ഇതിൻ്റെ ഓഫീസൊക്കെയാണ് മുകളിലോട്ട്. നമുക്കിനി ഇതാ ആ വഴിക്ക് അങ്ങനെ പോകും. ഏലം ഗവേഷണത്തിൻ്റെ സ്ഥലമാണ് ഈ മോള് വശത്ത് കാണുന്നതല്ല കേട്ടോ. കുറച്ച് മുന്നോട്ട് ചെന്നാൽ മയിലാടുംപാറ പള്ളി. അവിടെ കൊണ്ടൊക്കെ നമ്മൾ വീഡിയോ നിർത്തുവാണേ. കാരണം എന്ന് വെച്ചാൽ പിന്നെ മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. ഈ സമയത്ത് ഇതിലെ ഓടുന്ന വണ്ടികൾ കൂടുതലും എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചാണ്. രാവിലെയും വൈകുന്നേരമുള്ള തിരക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ ഭാഗത്തോട്ട് എത്തി. ഇവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഇറങ്ങി നിന്ന് കണ്ടിട്ട് പോകാമേ. നല്ല അടിപൊളി ഒരു പള്ളിയാണ്. പൂജാ ബസ് വരുന്നുണ്ട് നെടുങ്കണ്ടത്തേക്ക്. റോഡ് നല്ലതുകൊണ്ട് ഇവിടെയൊക്കെ വണ്ടി അടിച്ചു വിട്ടാ പോകുന്നു കേട്ടോ. ഇതാ പള്ളിയിൽ അങ്ങോട്ടൊന്ന് പോകണം. മയിലാടുംപാറ വേളാങ്കണ്ണി മാതാ പള്ളി. ഞാനീ നടക്കുമ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ സൗണ്ടും കൂടെ വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ കയറിയെടുക്കാൻ അവർ സമ്മതിക്കുമെന്ന് തോന്നില്ലേ. ഈ പള്ളി ഒരു തീർത്ഥാടന പള്ളിയൊക്കെയാണേ. 8 നോയമ്പ് സമയത്തൊക്കെ ഇവിടെയൊക്കെ നല്ല ആളായിരിക്കും. പക്ഷേ ഇത് ഇരിക്കുന്ന ആ ഒരു ആംബിയൻസ് ഭയങ്കര രസമാണ്. ഈ റോഡ് സൈഡോട് ചേർന്ന് ഇരിക്കുന്നുണ്ട്. മയിലാടുംപാറ ഇടുക്കി. ഫ്രണ്ടിൽ നല്ല അടിപൊളി ഒരു കുരിശുംതൊട്ടിയൊക്കെ ഉണ്ട്. ഈ പള്ളി ഉണ്ടല്ലോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഇത് വൈഡ് ആംഗിൾ കൂടുതലാണ് നമ്മുടെ ഈ ഗോപ്രോ ഹീറോയിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങ് കയറി വരുവേ. എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ കാണാൻ. പള്ളിയുടെ ഭാഗം കൂടുതൽ കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നമാണ്. അതല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇതിലേക്ക് വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ.
മയിലാടുംപാറ വേളാങ്കണ്ണി മാതാപ്പള്ളി. ഇനി നമ്മൾ താഴോട്ട് പോയാലേ പാറത്തോടാണേ. പാറത്തോടിൻ്റെ വീഡിയോ പിന്നൊരു ഭാഗമായിട്ട്, അവിടെ ഒത്തിരി വീടുകളും പ്രസ്ഥാനങ്ങളും അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് അവിടെ എടുക്കാനായിട്ടാണെങ്കിൽ. അതെല്ലാം കൂടി ഇനിയിപ്പോൾ ഞാൻ ഒന്നിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, വേറെ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോഴെങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മൾ കല്ലാർകുട്ടിയിലെ പുതിയ പാലത്തിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇവിടെ ഈ മയിലാടുംപാറ വേളാങ്കണ്ണി മാതാപ്പള്ളിയുടെ അടുത്ത് വരെ വന്ന് ആണ് നമ്മൾ ഈ വീഡിയോ നിർത്താൻ പോണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഹൈപ്പൊക്കെ ചെയ്യണമേ. അതുപോലെ തന്നെ ഞാനിത് ഈ കോട്ടൊന്നും ഊരി മാറ്റിയിട്ടില്ല, മഴയൊക്കെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുവാണേ. ഇപ്പോൾ ഇത് ഞാൻ ഊരിയാലും പിന്നെ ഇത് ഇടിയിലും ചടങ്ങാം. കാരണം ഇങ്ങനൊരു ഔട്ട്രോ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഒരു വേഷത്തിലും കാണണമല്ലോ. അപ്പം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴ മൊത്തത്തിൽ കുറവാണ്, എന്നാലും ഇന്ന് എന്നാൽ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മഴയൊക്കെ പെയ്യുവാണ്. ഏലക്കാട്ടിലൊക്കെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിക്കൊക്കെ ഒത്തിരി മാറ്റം വരുവേ. ഇപ്പോൾ നിലവിലിപ്പോൾ ഏലക്കായൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഏലക്കായ്ക്ക് വിലയുണ്ട്, പക്ഷേ അതിന് മാത്രം പറിക്കാനൊട്ടും കിട്ടുന്നുമില്ല. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി സാധാരണക്കാരുടെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിക്കുമായിരിക്കും പഴയ കായൊക്കെ കിട്ടിയത് എന്ത് ചെയ്യുന്നല്ലേ, അതിൻ്റെ പൈസയൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അതാത് സമയത്ത് അവർ ഓരോരോ കാര്യത്തിനായിട്ട് ഇങ്ങനെ വിനിയോഗിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതായാലും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.